ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി സീരീസിലെ എപ്പിസോഡ് 3 ആണ്. നമ്മൾ ഓൾറെഡി സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം എങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് മാറ്റാം, ഇല്ലെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് പോകാം എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് റൊമാൻറ്റിസൈസിങ് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് നമ്മൾ സാധാരണ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഒബ്സർവ് ചെയ്ത്, കുറച്ച് നോട്ടീസ് ചെയ്ത്, കുറച്ച് എല്ലാ കാര്യത്തിലും, അതായത് നമ്മൾ പറയില്ലേ, അതായത് ലിറ്റിൽ തിങ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, അതാണ് ബേസിക് ഐഡിയ. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നോട്ടീസ് ചെയ്ത് കുറച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐഡിയ തലക്കേറ്റി വെച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, ആ ഒരു ദിവസം കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് പോയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ശരിക്കും ഇതാണ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേരും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രൈബ് കൊണ്ട് നമുക്കൊരു മോട്ടിവേഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് തലക്കേറ്റി വെച്ചുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ കുറേ ദിവസമായി മാറ്റി വെച്ച കുറേ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്ത് തീർത്തു. ഒരു 5 മിനിറ്റ് ആണെങ്കിലും ഞാൻ ജേർണലിംഗ് ചെയ്തു, അതുപോലെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ പൊടി തട്ടി എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഒരു മിനി നോട്ട്ബുക്കൊക്കെ ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ ഡ്രസ് മേക്കോറിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ വക പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നല്ല ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി വറുത്ത കൊഞ്ചും, അതുപോലെ തന്നെ നല്ല ചക്കപ്പുഴുക്കും, നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പരിപ്പ് കറിയും നല്ല ചോറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുതിയ ടു ഡു ലിസ്റ്റ് നമ്മൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ടിക്കറ്റ് പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫോൺ പണി മുടക്കി, സ്റ്റോറേജ് സ്പേസ് നിറഞ്ഞു പോയി. അപ്പോൾ അതവിടെ നിർത്തി വെച്ചു. പിന്നെ കുറച്ച് നേരം നമ്മൾ സ്ക്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഈ ഒരു ഐഡിയ ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് കിട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വന്ന് ട്രൈ ചെയ്താലോ എന്നൊരു തോന്നൽ, അങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ ഈ ഒരു ഐഡിയ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതായത് ചെറിയ കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറേ ടൈമുള്ളതുപോലെ, പിന്നെ അത്ര ഓവർ തിങ്കിങ് ചെയ്യാനൊന്നും സമയമില്ലാത്ത പോലെ, അങ്ങനെയൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.